ഹലോ, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പണിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള അടുത്ത പണിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. മീൻകറിയും പച്ചക്കറിയും മീൻ പൊരിച്ചലാക്കുമ്പോൾ എനിക്ക് അധികം പണി പോലെയാണ് ഫീൽ ചെയ്യൽ. കോഴിക്കറിയാകുമ്പോൾ അത്ര പണിയായിട്ട് എനിക്ക് തോന്നലില്ല, പെട്ടെന്നാന്നല്ല ഒരു കറിയിൽ ഒതുക്കാം. ഇങ്ങനെ മീൻ കറിയെല്ലാം വെക്കുമ്പോൾ എനിക്ക് അധികം പണിയായിട്ടാണ് ഫീൽ ചെയ്യൽ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ മീൻ കറിക്കുള്ള മീനെല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ പൊരിക്കാനുള്ളത് കുറച്ച് ആടെ പെരുക്കിയിട്ട് മാറ്റി വെച്ച് അതിൻ്റെ ഇടയിൽ മുളക് കറി വെക്കാനും മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എണ്ണയെല്ലാം ഒഴിച്ച് കുറച്ച് ഉലുവെല്ലാം ഇട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം കായ്ച്ചിട്ടാണ് എല്ലാവരും വെക്കുന്ന പോലെയൊന്നും ഞാനും വെക്കൽ. പിന്നെ കുറച്ച് ഞാനൊരു മാറ്റമാക്കുന്നത് പറഞ്ഞാൽ മിക്സിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് പുളിയും ഒരു കഷ്ണം ഉള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് ഞാൻ മിക്സിയിൽ ഒരു അടി അടിച്ചിട്ടെടുക്കും. അപ്പോൾ കുറച്ച് നമുക്ക് മടിയിലായിട്ട് അരിപ്പ് കിട്ടും മുളിൻ്റെ. മറ്റേച്ചാൽ ഇങ്ങനെ മുളപ്പൊടി ഇതിലേക്ക് ഇട്ട് വെക്കുമ്പോൾ ഒരു വെള്ളം കറി പോലെയല്ല ആവുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. അപ്പോൾ പിന്നെ നല്ല മടിയിലായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ എൻ്റെ കറിയെല്ലാം ഒരു സൈഡായിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ മീൻ കറീൻ്റെ അരിപ്പെല്ലാം സെറ്റായിട്ട് പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വെക്കാമെന്ന് വിചാരിച്ച്. ടൈം പിന്നെ പോകുന്നത് അറിയുന്നില്ല അല്ലല്ല. രാവിലെ ആയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കെന്ന് ഉച്ചയായും ഉച്ചക്കത്തെ കഴിയുമ്പോൾ പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരാനായി പിന്നെ ചായ വെക്കാനായി. നമുക്കിതെന്നല്ല ഒരു ദിവസം പണിയല്ലേ. ഞാനൊരുവർക്ക് വിചാരിക്കലുണ്ട് എപ്പോഴും ഈ അടുത്ത പണി എന്നല്ല എടുക്കുന്നല്ലേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കതൊരു ആശ്വാസം പോലെ. പച്ചക്കറി ഞാൻ ഇന്ന് വെച്ചിട്ടാണ്, ഇന്നലത്തതെന്ന് കുറച്ച് ബാക്കിയുണ്ട്. പുള്ളന്മാർ ഈ പച്ചക്കറി മീൻ കറിയൊന്നും അങ്ങനെ കൂട്ടുന്നേയില്ല. കോഴിക്കറിയെങ്കിൽ മാത്രമേ കൂട്ടലുള്ളൂ. അതാണ് എൻ്റെ പേരിലത്തെ അവസ്ഥ. മീൻ പൊരിച്ചതുണ്ടെങ്കിൽ തിന്നു, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.